ഒരുപക്ഷെ നമ്മുടെ തലമുറയെ മുഴുവൻ നശിപ്പിച്ച് കളയാവുന്ന വാക്കുകളായി മാറാതിരിക്കേണ്ടതിന് സങ്കീർത്തകൻ പറഞ്ഞു തന്ന ആ പ്രാർത്ഥനയുണ്ടല്ലോ, എന്താണത്? എൻ്റെ അധര കവാടങ്ങൾക്ക് കാവലേർപ്പെടുത്തണമേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ. എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കാൻ ഒരു കൃപാവരം ലഭിക്കണമേ എന്ന ഒരു പ്രാർത്ഥന നിലനിൽക്കേണ്ടതുണ്ട്. ബൈബിൾ പറയുന്നുണ്ട്, വാക്കുകളേറുമ്പോൾ തിന്മ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന്. ഇനി റൂത്തിൻ്റെ സംഭവത്തിലേക്ക് വരുമ്പോൾ, റൂത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ റൂത്തിനെ കുറിച്ചുള്ള ബൈബിൾ വിവരണം ഇവിടെ ഇന്ന് അവസാനിക്കുകയാണ്. റൂത്തിൽ നമ്മൾ കാണുന്നത് എന്തെല്ലാമാണ്? വിശ്വസ്തതയുടെ, എളിമയുടെ, വിധേയത്വത്തിൻ്റെ, ദൈവാശ്രയ ബോധത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു ഈ മൊവാബിയ സ്ത്രീ. ബോവസ് അവളുടെ വീണ്ടെടുപ്പുകാരനായി മാറുകയാണ്. സത്യത്തിൽ ഈ ബോവസ് പ്രതിനിധാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു നിഴലായി നിൽക്കുന്നത് ആരുടേതാണെന്ന്